ഹായ് ഹലോ ഈ കാണുന്നതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ് ആണ്. ബിഗോണിയ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വെറൈറ്റി ബിഗോണിയയ്ക്ക് അമിതമായിട്ടുള്ള സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിതിൽ നിന്ന് ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ ഇളക്കി നടാം. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ലീഫ് കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. അപ്പോൾ ലീഫ് പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. അപ്പം മുറ്റിയ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ഇതുപോലെ തൈകൾ വരും, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഏകദേശം ഒരു 2 ആഴ്ചയോളം കഴിയുമ്പോൾ നമ്മൾ ലീഫ് നട്ട് 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ പ്ലാന്റ് ഇതുപോലെ വരും. ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ കവറിലോ മറ്റ് പോട്ടിലോ ഒക്കെ മാറ്റി നട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായിട്ടുള്ള വാട്ടറിങ് ഈ ഒരു പ്ലാന്റിന് കൊടുക്കരുത്. അതുപോലെ തന്നെ ചുവട്ടിൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം മണൽ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. മണലിട്ട് കൊടുക്കുക. ഇത് നെക്സ്റ്റ് വെറൈറ്റി ബെഗോണിയാണ്. അപ്പോൾ ഇത് നമുക്ക് ലീഫ് നടാം. ഇതൊരു ബെഗോണിയയുടെ പൂക്കളാണ്, ഈ ഒരു ബെഗോണിയയുടെ. അപ്പം പൂവിനല്ല ലീഫിന് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കണ്ടോ, തിക്കായിട്ട് തൈകൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ചുവട്ടിൽ വരും. ഇതൊരു നെക്സ്റ്റ് വെറൈറ്റി ബെഗോണിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒന്നും തന്നെ അമിതമായിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ അധികം വളപ്രയോഗങ്ങൾ ചെയ്യരുത്. അപ്പോൾ നമ്മൾ വളം ചെയ്യുമ്പോൾ ചുവട്ടിൽ ഒഴിക്കുന്നേക്കാൾ അടിവളമായിട്ട് നമ്മൾ പ്ലാന്റ്സിന് വളം കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് പോട്ട് ചെയ്യുമ്പോൾ തന്നെ വളങ്ങൾ ആഡ് ചെയ്ത് വേണം പോട്ട് ചെയ്യാനായിട്ട്. മീതെ നമ്മൾ തണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് മണലിട്ട് കൊടുക്കുക. അത് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബെഗോണിയ പ്ലാന്റ്സ് വളർത്താനായിട്ട് പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.